ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ 6 കൊല്ലത്തെ ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ വാർഷിക ദിനം ആചരിച്ചു. ജന്മദിനമായിരുന്നു 24-ന്. പ്രേക്ഷകരൊപ്പം കൂടി കേരളത്തിലെ ചില ജില്ലകളിലൊക്കെ തന്നെ നമ്മൾ ഒരു പ്രതീകാത്മകമായി പ്രേക്ഷകർക്ക് മധുരം വിളമ്പി. അപ്പോൾ മധുരം കിട്ടാത്ത ആളുകൾ വിഷമിക്കേണ്ട, നമ്മൾ മധുരം വിളമ്പുന്ന വാക്കുകൾ രാവിലെ തന്നെ സമ്മാനിച്ചിരുന്നു. അപ്പോൾ ലോകമെമ്പാടും ഇന്ന് മലയാളി സമൂഹം 24 ആസ്വദിക്കുന്നു, 24-നൊപ്പം ചേരുന്നു. പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്നു. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടങ്ങുകയാണ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കൽപ്പറ്റ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്വകാര്യ ആശുപത്രി ജീവനക്കാരന് നേരെ നായ്ക്കൾ പാഞ്ഞെടുത്തു. ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുകയാണ്. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ സുർജിത്ത്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്രമേൽ സങ്കീർണമാണ്. കാരണം അത്രമാത്രം തെരുവുനായ്ക്കളാണ് ഈ കൽപ്പറ്റ നഗരത്തെ കീഴടക്കിയിരിക്കുന്നത്. ഒരു മേഖലയിൽ മാത്രമല്ല, പല മേഖലയിലും പല സമയങ്ങളിലും നായ്ക്കളുടെ കൂട്ടത്തെ കാണാം. അതൊരു നായല്ല, അതൊരു കൂട്ടമാണ്. അത് പലയിടങ്ങളിലും കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കൽപ്പറ്റ മാർക്കറ്റിനോട് ചേർന്നുള്ള ചുങ്കം ജംഗ്ഷനാണ്. ആ ചുങ്കം ജംഗ്ഷന്റെ തൊട്ടപ്പുറത്ത് നായ്ക്കളുടെ കൂട്ടത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പല ഘട്ടങ്ങളിലും ബൈപ്പാസ് റോഡിലും എല്ലാം തന്നെ ഇതുപോലെ നായ്ക്കളുടെ കൂട്ടങ്ങളെ നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പൊതുജനം കഴുതയില സാർ എന്ന പരിപാടിയിലൂടെ ഇവിടുത്തെ ആളുകളുടെ വിഷയം കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചതാണ്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. പലപ്പോഴും ഈ നായ്ക്കൾ പിന്തുടർന്ന് ആളുകളെ കടിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആർക്കും ഇതുവരെ പരിക്കേറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. ഈ അബ്ദുൽ അസീസിന്റെ കാര്യം പറയുകയാണ്. അദ്ദേഹം ഇവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാരനാണ്, സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ്. ജോലിക്കായി ഈ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം നടന്നു വരുമ്പോഴാണ് ഇത്തരത്തിൽ നായ്ക്കളുടെ കൂട്ടം ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. കല്ലെറിഞ്ഞതിനാൽ തന്നെയാണ് നായ്ക്കൾ ഒഴിവായി പോയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭീതി ആളുകളെ സംബന്ധിച്ചുണ്ട്. ഇവിടുത്തെ ഫുട്പാത്തിലൂടെ എല്ലാം തന്നെ നായ്ക്കൂട്ടം അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണണം. വന്ധ്യീകരണം അടക്കമുള്ള ABC പദ്ധതി അടക്കം കാര്യക്ഷമമായി നടപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ മാത്രമല്ല, വയനാട് ജില്ലയുടെ പല നഗരപ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഈ നായ്ക്കൂട്ടം തെരുവ് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലവിലുള്ളത്. യു 2024 ജൂൺ 5-ന് സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ചുവരുന്ന ബോയിങ് സ്റ്റാർലൈനർ നിങ്ങൾക്കറിയാം. സുനിതയും ബൂച്ചും ബഹിരാകാശത്തെ ഇപ്പോൾ 6 മാസം പിന്നിട്ടു. ഭൂമിയിലേക്ക് മടങ്ങാൻ ഈ 2 മാസം കൂടി കഴിയുമെന്നാണ് പറയുന്നത്. ആരോഗ്യ കാരണങ്ങൾ അവർക്കുണ്ട്, അവർ വീക്കായിട്ടുണ്ട്, ദുർബലയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. 8 ദിവസത്തേക്കുള്ള യാത്രയാണ് 8 മാസത്തിലേക്ക് നീണ്ടുപോയത്. എന്താണ് ശരിക്കും ഈ ബോയിങ് സ്റ്റാർലൈനർ ദൗത്യത്തിൽ സംഭവിച്ചത്? ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ നമുക്ക് അത് പരിശോധിക്കാം. ഹലോ, എന്തുവായി നോക്കുന്നേ? അല്ല, ഇതിനൊപ്പം ബഹിരാകാശത്ത് പോയൊരു അവരെ കാണുന്നില്ല. അവരെവിടെ? അവര് വരാൻ കുറച്ച് ലേറ്റ് ആവും. ലേറ്റ് ആവുന്നു? അല്ല, 8 ദിവസം കൊണ്ട് വരുന്നവർ പോയ പേടകമാണ് 3 മാസം കഴിഞ്ഞാണ് തിരികെ എത്തിയത്. അപ്പൊ ഇതിനകത്തുള്ള ആൾക്കാർ വരാൻ ഇനിയും വൈകുന്നു പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? പേടിക്കണ്ട, ഒരു ടെൻഷനും വേണ്ട, ആൾക്കാർ സേഫാ. അല്ല, സേഫ് എന്നൊക്കെ പറഞ്ഞാ അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിനൊരു 6 മാസം പിന്നിലേക്ക് പോവാം. '11 സ്പേസ് ഷട്ടിൽ യുഗത്തിന് തിരശ്ശീലയിട്ട നാസ ബഹിരാകാശ ദൗത്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കരാർ ലഭിച്ചത് 2 കമ്പനികൾക്ക്, സ്പേസ് എക്സിനും ബോയിങ്ങിനും. സ്പേസ് എക്സ് 2020 തുടങ്ങി ഇതുവരെ 13 തവണ മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ചു. ഇതിൽ 9 ദൗത്യവും നാസയ്ക്ക് വേണ്ടിയാണ്, 4 വാണിജ്യാടിസ്ഥാനത്തിലും. സ്പേസ് സ്റ്റേഷനിലേക്ക് ടാക്സി സർവീസ് നടത്തുന്ന 2ാമത്തെ സ്വകാര്യ കമ്പനിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോയിങ് 2 ബഹിരാകാശ യാത്രികരുമായി സ്റ്റാർ ലൈനർ പേടകം വിക്ഷേപിച്ചത്. സ്റ്റാർ ലൈനർ CST-100
CST എന്നാൽ ക്രൂസ് സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ. 100 ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ബഹിരാകാശ അതിർത്തിയായ കാർമാൻ രേഖയെ സൂചിപ്പിക്കുന്നു. ഐതിഹാസികമായ അപ്പോളോ പേടകത്തിന്റെ ആകൃതിയിലാണ് സ്റ്റാർലൈനറിന്റെ നിർമ്മാണം. 2 മൊഡ്യൂളുകളാണ് സ്റ്റാർലൈനറിന്, ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും. ക്രൂ മൊഡ്യൂളിൽ 7 പേർക്ക് വരെ യാത്ര ചെയ്യാമെങ്കിലും 4 യാത്രികരും ബാക്കി സാധന സാമഗ്രികളും എന്ന രീതിയിലായിരിക്കും പ്രവർത്തനം. 6 മാസം ഇടവിട്ട് 10 തവണ വരെ ഉപയോഗിക്കാം എന്നതാണ് സ്റ്റാർലൈനർ ക്രൂ മൊഡ്യൂളിന്റെ സവിശേഷത. സർവീസ് മൊഡ്യൂൾ പേടകത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി പ്രവർത്തിക്കുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏറ്റവും ക്രൂഷ്യലായ ആ പരീക്ഷ പറക്കലിന് ബോയിങ് തിരഞ്ഞെടുത്തത് നാസയുടെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് 1998 നാസയുടെ ഭാഗമായത്. 2006 ഡിസംബറിലായിരുന്നു ആദ്യ ബഹിരാകാശ യാത്ര. കന്നി യാത്രയിൽ 195 ദിവസം സുനിത ബഹിരാകാശത്തിലെത്തി കഴിഞ്ഞു. 2012 രണ്ടാമത്തെ ബഹിരാകാശ യാത്ര. 2 തവണകളിലായി 322 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞു. 50 മണിക്കൂറും 40 മിനിറ്റും സ്പേസ് വാക്ക് നടത്തി. വിൽമോർ ആകട്ടെ 2 ദൗത്യങ്ങളായി 178 നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞതിന് അനുഭവ സമ്പത്തുമായാണ് സ്റ്റാർലൈനർ ദൗത്യത്തിന്റെ ഭാഗമായത്. വിക്ഷേപണത്തിന് മുൻപ് തന്നെ സ്റ്റാർലൈനർ പേടകത്തിൽ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു. പേടകത്തിന്റെ ചലനം നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളുടെ ഇന്ധനമർദ്ദം നിയന്ത്രിക്കാനാണ് ഹീലിയം ഉപയോഗിക്കുന്നത്. ചോർച്ച സാരമാക്കാനില്ല എന്ന എഞ്ചിനീയർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിക്ഷേപണം. പക്ഷേ ദൗത്യം പുരോഗമിക്കുന്നതിനിടെ പ്രശ്നം സങ്കീർണമായി. 4 പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തി. മാത്രമല്ല 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇതോടെ 8 ദിവസത്തേക്ക് നിശ്ചയിച്ച ദൗത്യം നീളാൻ തുടങ്ങി. കേടായ 5 ത്രസ്റ്ററുകളിൽ 4 എണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് ദൗത്യസംഘത്തിന് ആശ്വാസമായി. ജൂൺ 26 പേടകം ബഹിരാകാശ യാത്രികരെ കൊണ്ട് തിരിച്ചെത്തും എന്ന് നാസ അറിയിച്ചു. പക്ഷേ കൽപ്പന ചൗള ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത കൊളംബിയ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് റിസ്ക് എടുക്കുക? ഒടുവിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുനിത വില്യംസിനെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരാൻ വിട്ട് സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങിയത്. സെപ്റ്റംബർ 6 പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ ദൗത്യം പരാജയമായി ഒന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ദൗത്യം ഒരു പരാജയമല്ല, ഇതൊരു പരീക്ഷണ പറക്കലായിരുന്നു. പേടകം തിരിച്ചെത്തിക്കാനും കഴിഞ്ഞു. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ മുൻനിർത്തി മാത്രമാണ് അവരെ തൽക്കാലം തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. സ്റ്റാർലൈനറിന്റെ ഭാവി എന്താകും എന്ന് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്പേസ് സ്റ്റേഷനിൽ സുരക്ഷിതരാണ്. അവർ മറ്റ് ദൗത്യ സംഘങ്ങൾക്കൊപ്പം ഗവേഷണങ്ങളിലും മറ്റും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല സെപ്റ്റംബർ 23 മുതൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറാണ് സുനിത വില്യംസ്. അതിനിടയിലാണ് സുനിതയുടെ ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഒട്ടിയ കവിളും ക്ഷീണിച്ച മുഖവുമായിരിക്കുന്ന സുനിതയുടെ ചിത്രവുമായി ചേർത്ത് വെച്ചാണ് ഈ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. പക്ഷെ പേടിക്കാനില്ലെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും സുനിത തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രചരിക്കുന്ന ഫോട്ടോകളിൽ കാണുന്ന അത്ര ഭാരക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുനിത പറയുന്നു. ബഹിരാകാശത്തെ പരിതസ്ഥിതിയിൽ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങളായി അതിനെ കണ്ടാൽ മതി എന്ന് വിദഗ്ധരും പറയുകയാണ്. ആശങ്കയൊന്നും വേണ്ട എന്ന് ശാസ്ത്രലോകം ഒന്നടങ്കം പറയുമ്പോഴും അതാണല്ലോ ചോദ്യം. ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. സുനിത വില്യംസും ബുച്ചും ഇനി എന്നാണ് തിരിച്ചു വരിക എന്നുള്ളത്. കൃത്യമായ ഒരു ഉത്തരം പറയാനില്ലെങ്കിലും അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇരുവരെയും തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ കൗതുകം എന്നാൽ ബോയിങ്ങിന്റെ എതിരാളിയായ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സൂളായിരിക്കും ഇരുവരുടെ മടക്കം എന്നതാണ്. ക്രൂ 9 മിഷന്റെ ഭാഗമായി സെപ്റ്റംബർ 28 ഡ്രാഗൺ ക്യാപ്സൂൾ വിക്ഷേപിച്ചത്. നാസയുടെ നിക് ഹേഗനെയും റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവിനെയും കൊണ്ട് സെപ്റ്റംബർ 21 ISS-ൽ ഡോക്ക് ചെയ്തു. ഇനി സുനിതയെയും ബുച്ചിനെയും കൂടെ കൂട്ടി മടങ്ങി വരവിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ഇതിനോടകം ബഹിരാകാശത്ത് ചെലവഴിച്ചത് 500-ലധികം ദിവസങ്ങളാണ്. അതും
59-ാം വയസ്സിൽ. അതോർക്കണം. പ്രതിസന്ധികളോട് സമാനതകളില്ലാതെ പടപെട്ടിയാണ് സുനിതയും ബുച്ചും മടങ്ങിവരവിനായി തയ്യാറെടുക്കുന്നത്. ബഹിരാകാശ യാത്രികർക്കായുള്ള പരിശീലനത്തിൽ അവരെ ആദ്യം പഠിപ്പിക്കുന്നത് അനിശ്ചിതത്വങ്ങളെ എങ്ങനെ നേരിടാം എന്നതാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് ഭൂമിയിൽ വീണ്ടും കാലുകുത്തുക. ഈ അതിജീവനം ബഹിരാകാശ രംഗത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രചോദനമാകും. അത് തീർച്ച. പ്രേക്ഷകർക്ക് അറിയും പോലെ സുനിത വില്യംസും ബൂച്ചും ബഹിരാകാശത്ത് 6 മാസം പിന്നിട്ട് കഴിഞ്ഞു. അതിനിടയിൽ ഒരുപാട് കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. സുനിത വില്യംസിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, അവർ വല്ലാത്ത അവസ്ഥയിലാണ്, രോഗബാധയാണ്, ഇങ്ങനെയൊക്കെ എല്ലാം പറയുന്നുണ്ടെങ്കിലും സുനിത വില്യംസിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. മധു, ലോകമാകെ ഉത്കണ്ഠയിലാണ് ഈ സുനിത വില്യംസിന് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ. എന്നാൽ അതിന് മാറ്റമുണ്ടായി എന്ന വാർത്തകൾ വരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഇത്തരം വാർത്തകളിൽ ഒട്ടും ആശങ്കയില്ലാത്തത് സുനിത വില്യംസിന് മാത്രമാണ്. അത് സുനിത തന്നെ നേരിട്ട് വന്ന് പറയുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ ജൂൺ 5-നാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും ഈ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിയത്. 6 മാസം ഇപ്പൊ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പൂർത്തീകരിച്ചിരിക്കുകയാണ് ബഹിരാകാശത്ത്. 2 മാസം കൂടി ഇനി അവിടെ കഴിയേണ്ടി വരും. ഈ 2 മാസം കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് നാസ പറയുന്നില്ല. ഒരാഴ്ചത്തേക്ക് മാത്രമായിരുന്നു ഇവർ രണ്ടുപേരും അവിടെ പോയിരുന്നത്. തുടർച്ചയായിട്ടുള്ള എഞ്ചിൻ തകരാറുകളും അതുപോലെ ഹീലിയം ചോർച്ചയും ഒക്കെ ആയിരുന്നു ഇത്തരം ഈ പ്രശ്നങ്ങൾ, ഈ യാത്ര മാറ്റിവെക്കേണ്ടി വന്നത്. ഈ നാസയെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ഒക്കെ സുനിത വില്യംസ് കുടുങ്ങിക്കിടക്കുന്നു എന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ നാസയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നാസ പറയുന്നത് വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ ദൗത്യം എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഈ ബോയിങ് സ്റ്റാർലൈനർ തിരിച്ച് ഭൂമിയിലെത്തുകയും ചെയ്തു. ഇനി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിലായിരിക്കും ഇവരെ തിരികെ എത്തിക്കുവാനുള്ള ശ്രമം നാസ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മേഖലയിൽ മത്സരിക്കുന്ന 2 കമ്പനികളാണ്. ബോയിങ്ങിലാണ് പോയത്. തിരികെ ഈ സ്പേസ് എക്സിന്റെ ക്യാപ്സ്യൂൾ വരുമ്പോൾ സ്പേസ് എക്സിന്റെ സ്യൂട്ട് ഇട്ട് വേണം തിരിച്ചു വരേണ്ടത്. അതൊരു ബോയിങ്ങിനെ സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തന്നെയുമല്ല, SKN സുനിതയെ സംബന്ധിച്ച് സുനിത വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവിടെ ലെറ്റസ് കൃഷി വരെ സുനിത വില്യംസ് ബഹിരാകാശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങി. തന്നെയുമല്ല, ദീപാവലി ആഘോഷങ്ങളിൽ വൈറ്റ് ഹൗസിൽ ജോ ബൈഡനോടൊപ്പം സുനിത പങ്കെടുക്കുകയും ചെയ്തു. സുനിതയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ബഹിരാകാശത്തുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം അവരുടെ മുഖത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചത് മാത്രമാണ്. അവര് നല്ലൊരു മാരത്തോൺ ഓട്ടക്കാരിയായിരുന്നു. തുടർച്ചയായിട്ട് മാരത്തോണിൽ പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം യാതൊരു ആശങ്കയും വേണ്ട. സുനിത സുരക്ഷിതമായിട്ട് ഭൂമിയിലെത്തും. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അവർ എത്തുന്നത് ലോകത്തിലെ ആഷ്മി പറഞ്ഞ പോലെ വലിയ ചരിത്രമാവും. അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ വാർത്തയുമായിട്ടായിരിക്കും ഇവർ രണ്ടുപേരും ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങുക. ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ദിനേശ് ഹരിപ്പാട് പറഞ്ഞ ജന്മദിനത്തിൽ SKN എന്നെ ഒഴിവാക്കി ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു വന്നിട്ട് പരിഗണിച്ചില്ല. എന്നാലും ഞാൻ 24-നൊപ്പമായിരിക്കും. ആയിരക്കണക്കിന് പ്രേക്ഷകർ ഈ സമയത്ത് രാവിലെ തന്നെ നമ്മുടെ ഈ പ്രത്യേക സംപ്രേഷണത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാവരുടെയും സന്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സന്ദേശങ്ങൾ അയച്ച എല്ലാവരും നിങ്ങൾ നിരാശരാകേണ്ട. വരും ദിവസങ്ങളിലൊക്കെ എത്രയോ തവണ ഈ ദിനേശ് ഹരിപ്പാടുള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ സന്ദേശങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ 24-ൻ്റെ പട്ടാളമാണ് നിങ്ങളൊക്കെ. വെറും പട്ടാളമല്ല ദിനേശ് ഹരിപ്പാട്, ഇത് 24-ൻ്റെ പട്ടാളമാണ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബം പോലെ ഒന്നിച്ച് മുന്നോട്ട് പോകും. ഇനി പ്രധാനപ്പെട്ട ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് 1ാം ഘട്ട ചർച്ചകൾ പൂർത്തിയായി എന്നാണ് വിവരം. 75 സംഘടനകളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തി. ഇനി സർക്കാർ തലത്തിലാണ് ചർച്ച നടക്കേണ്ടത്. സിനിമാ നയരൂപീകരണത്തിൽ പൊതുജന അഭിപ്രായവും തേടും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തത്സമയം. ഉമേഷ്, നമസ്കാരം, പറയൂ.
ഗുഡ് ഈവനിങ് എസ്കേൻ. എന്തായാലും സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും നിർണായക ഘട്ടവും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് വരെ വഴിവെക്കുകയും ചെയ്തിരുന്നു. വേട്ടക്കാരെയും ഇരകളെയും ഒന്നിച്ചിരുത്തിയുള്ള കോൺക്ലേവിനെതിരെ അടക്കം WCC അടക്കം രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടം വിജയകരമായി ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏകദേശം 75 സംഘടനകളുമായി ചർച്ച നടത്തി. അതിൽ WCC, ഫെഫ്ക, ഡയറക്ടേഴ്സ് യൂണിയൻ അടക്കമുള്ള എല്ലാ യൂണിയനുകളും, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയൻ, അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ യൂണിയൻ തുടങ്ങി എല്ലാ യൂണിയനുകളുമായും ചർച്ച നടത്തി. ഇവർക്ക് പറയേണ്ടതെല്ലാം കേട്ടു. 429 ചലച്ചിത്ര പ്രവർത്തകരെയാണ് ആദ്യഘട്ടത്തിൽ കേട്ടത്, അവരുടെ മൊഴികൾ എടുത്തത്. ഇനി രണ്ടാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം ഇനി സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകളാണ്. അത് ചലച്ചിത്ര അക്കാദമിയുണ്ട്, ചലച്ചിത്ര വികസന കോർപ്പറേഷനുണ്ട്, സാംസ്കാരിക വകുപ്പുണ്ട്, ഒപ്പം പോലീസുണ്ട്, നിയമ വിദഗ്ധരുണ്ട്, നിയമ വകുപ്പുണ്ട്. ഈ സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകൾ നടക്കും. ആ സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് അടുത്ത ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുക. അത് പൊതുജന അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഇതിന് അഭിപ്രായം പറയാനുള്ള ഒരു നിശ്ചിത ദിവസങ്ങൾ വയ്ക്കും, നിശ്ചിത സ്ഥലങ്ങളിൽ സിറ്റിംഗും വയ്ക്കും. അത് പൊതുജനങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഇമെയിൽ വഴിയോ എല്ലാം അഭിപ്രായങ്ങൾ അറിയിക്കാൻ കഴിയും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു കോൺക്ലേവ് എന്നുള്ള രീതിയിലേക്ക് സർക്കാർ കടക്കുക. അതൊരു പക്ഷേ IFFക്ക് ശേഷമായിരിക്കും. ഇതിൽ സർക്കാർ തല ചർച്ചകളും IFFക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാർച്ച് കഴിഞ്ഞിട്ടേ ഒരു കോൺക്ലേവ് സർക്കാർ നടത്താൻ തീരുമാനിച്ചുള്ളൂ. നേരത്തെ നവംബറിൽ കോൺക്ലേവ് നടത്താനായിരുന്നു ആദ്യം ആലോചന. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ പ്രതികരണങ്ങളും എല്ലാം വന്നപ്പോൾ കോൺക്ലേവ് സർക്കാർ നീട്ടിവെക്കുകയാണ്. എന്തായാലും മാർച്ചിന് ശേഷം കോൺക്ലേവ് ഉണ്ടാകും. എന്തായാലും ഒരു വർഷത്തിലധികം സമയമെടുക്കും ഈ നയം പൂർത്തീകരിക്കാൻ എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. അതായത് ഇസ്മയിൽ പറയുന്നു, SKN ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്, അതിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വിലക്കയറ്റത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നമ്മൾ നടത്താം. പപ്പൻ പറയുന്നു, സങ്കടത്തിലും സന്തോഷത്തിലും സത്യസന്ധമായി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി 24-ന് ഒത്തിരി ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ ജന്മദിനം 6 കൊല്ലം, വിശ്വാസത്തിൻ്റെ 6 കൊല്ലം നമ്മൾ പിന്തുടർന്നു. ഈ 6 കൊല്ലക്കാലം നമ്മൾ ഒരു കുടുംബം പോലെ ഒന്നിച്ച് യാത്ര ചെയ്തു. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ശക്തിയും ഓജസ്സും കരുത്തും പകർന്ന എല്ലാ പ്രേക്ഷകരെയും നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു, അവരെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇനിയും യാത്ര കുറച്ചുകൂടി കടുപ്പിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് 2025-ൽ ഒരിക്കലും ഒരു ടെലിവിഷൻ ചാനൽ ചെയ്യാൻ കഴിയാത്ത ചില പദ്ധതികളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ നടപ്പാക്കാൻ കഴിയട്ടെ. അതൊക്കെ അണിയറയിൽ രൂപപ്പെട്ട് വരികയാണ്. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല. പക്ഷേ അത് നടപ്പിലാക്കാൻ നമ്മൾ എല്ലാവിധമായ ശ്രമങ്ങളും നടത്തി കഴിഞ്ഞാൽ 24 ലോകത്തിൽ ചില ചരിത്രങ്ങൾ എഴുതും. സിറിയ വിമതർക്ക് മുന്നിൽ കീഴടങ്ങി എന്നുള്ളതായിരുന്നു ഇന്ന് വന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്ത. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് വിമതർ പിടിച്ചെടുത്തു. അതേ തുടർന്ന് പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടു എന്ന വാർത്തയുണ്ട്. അദ്ദേഹം പോയതിനു ശേഷം പോച്ച പോലുമില്ല എന്ന് മലയാളി പറയില്ലേ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സൂചനകളും പിന്നീട് നമുക്ക് കിട്ടിയിട്ടില്ല. പ്രസിഡന്റിൻ്റെ കൊട്ടാരം വിമതർ കൊള്ളയടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അതുപോലെ പ്രസിഡന്റിൻ്റെ പ്രതിമ തകർക്കുന്ന ദൃശ്യങ്ങൾ വന്നു. ഇതിന് സമാനമായ കാര്യം സംഭവിച്ചത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, ശ്രീലങ്കയിലാണ്. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. അസദ് രാജ്യം വിട്ട വിമാനം വെടിവെച്ചിട്ടതായും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ വരുന്നു. രാജ്യം വിട്ടതിനു പിന്നാലെ ബഷാർ അൽ അസദിന്റെ കൊട്ടാരം കൊള്ളയടിക്കപ്പെട്ടു. പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെയും പിതാവ് ഹാഫിസ് അൽ അസദിന്റെയും പ്രതിമകൾ തകർക്കപ്പെട്ടു. വിമത സംഘമായ HTS ദമാസ്കസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് എവിടെയെന്നതിനെപ്പറ്റി സൂചനകളില്ല. അസദിന്റെ വിമാനം വെടിവെച്ചിട്ടതായും കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സിറിയയിലുള്ള റഷ്യൻ സൈന്യത്തിന് നിലവിൽ ഭീഷണിയില്ലെന്ന് റഷ്യ അറിയിച്ചു. ഭരണസ്ഥാപനങ്ങൾ ഔദ്യോഗികമായി കൈമാറുന്നതുവരെ സിറിയയുടെ ഭരണം അൽ അസദിന്റെ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്ന് HTS കമാൻഡർ അബു മുഹമ്മദ് അൽ ജുലാനി അറിയിച്ചു. സിറിയയിലേത് അപകടകരമായ സംഭവവികാസമാണെന്ന് ഖത്തർ, സൗദി അറേബ്യ, ജോർദാൻ, ഈജിപ്ത്, ഇറാഖ്, തുർക്കി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അസദിന്റെ പലായനത്തെ തുടർന്ന് ദമാസ്കസിലും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും ആഘോഷങ്ങൾ തുടങ്ങി. ബഷാർ അൽ അസദിന്റെ അടിച്ചമർത്തൽ നടപടികളെ തുടർന്ന് രാജ്യം വിട്ട പലരും തിരിച്ചെത്താനുള്ള നീക്കത്തിലാണ്. 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് അൽ അസദ് കുടുംബത്തിന്റെ 53 വർഷം നീണ്ട ഭരണത്തിന് സിറിയയിൽ അന്ത്യമായത്. 1971-ൽ സിറിയയിൽ അധികാരത്തിലേറിയ പിതാവ് ഹാഫിസ് അൽ അസദിന്റെ പിന്തുടർച്ചാവകാശിയായി 2000-ലാണ് നേത്രരോഗ വിദഗ്ധനായ ബഷർ അൽ അസദ് സിറിയൻ പ്രസിഡന്റാകുന്നത്. അറബ് വസന്തത്തെ തുടർന്ന് സിറിയയിൽ 2011 മാർച്ചിലാണ് പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ രാജിക്കായുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
സിറിയ വിമതർ പിടിച്ചെടുത്തതോടെ വ്യാപകമായ അക്രമം അരങ്ങേറിയെന്നാണ് റിപ്പോർട്ട്. കൊട്ടാരത്തിന് നേരെ വിമതർ വെടിവെച്ചു. ബാഷർ അൽ അസദിന്റെ പതനം ഇറാനും ഹിസ്ബുല്ലയ്ക്കും ഉള്ള തിരിച്ചടിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പ്രതികരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം പ്രൈം ടൈമിൽ ചേരുന്നു. മെറിൻ, നമസ്കാരം. ഗുഡ് ഈവനിങ്. മെറിൻ മേരി ചാക്കോ, വിവരങ്ങൾ. ഗുഡ് ഈവനിങ് SKN. സിറിയയിൽ തന്നെ ഒരു അപ്രതീക്ഷിതമായ നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിലാണ് ഇപ്പോൾ സിറിയ നിർണായക ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിമത കലാപത്തെ തുടർന്ന് വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെ കുറിച്ച് ഇപ്പോൾ വിവരമില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അദ്ദേഹത്തിന്റെ വിമാനം കാണാതായെന്നും അതേസമയം വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യത്തിലും വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം AI-76 എന്ന വിമാനമാണ്, ആ ഒരു വിമാനത്തിലാണ് അദ്ദേഹം രാജ്യം വിട്ടത്. അത് ലെബനീസ് അതിർത്തിക്ക് സമീപം തകർന്നു വീഴുമെന്നും റഡാറുമായിട്ടുള്ള സിഗ്നൽ തകരാറുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട് ആ വിമാനം തകർന്നെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം സിറിയയിൽ വ്യാപകമായ അക്രമം നടക്കുന്നത്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയ വിമതർ കൊട്ടാരത്തിന്റെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ കൊള്ളയടിക്കുകയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെയും ബഷർ അൽ അസാദിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പ്രതിമകൾ ഷൂകൾ എല്ലാം ഇട്ട് ചവിട്ടി അതുപോലെ തന്നെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിറിയയിൽ ഈ ഒരു അക്രമങ്ങൾക്ക് തുടക്കമാകുന്നത്. കാരണം സിറിയയുടെ രണ്ടാമത്തെ നഗരമായ അലപ്പോ പിടിച്ചെടുത്ത് അവർ ഓരോരോ നഗരങ്ങളിലൂടെ മുന്നേറുകയായിരുന്നു. തുടർന്ന് ഹമ നഗരവും അതുപോലെ തന്നെ മൂന്നാമത്തെ നഗരമായ ഹോംസും പിടിച്ചടക്കി. സിറിയയുടെ പ്രസിഡന്റിന് സ്വാധീനമുള്ള ഒരു നഗരമായിരുന്നു ഹോംസ്. ദമാസ്കസിനോട് അടുത്തു നിൽക്കുന്ന നഗരമാണ്. ഈ ഒരു നഗരം പിടിച്ചെടുത്തതോടെ തന്നെയാണ് ദമാസ്കസ് വീണത്. തൊട്ടു പിന്നാലെയാണ് ബഷർ അൽ അസദ് രാജ്യം വിട്ടത്. 24 വർഷം നീണ്ട ഒരു ഭരണത്തിനാണ് ഇതോടെ അവസാനമാകുന്നത്. മാത്രവുമല്ല 53 വർഷം നീണ്ട ബഷാദ് കുടുംബത്തിന്റെ ഭരണത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ഈ ഒരു ബഷർ അൽ അസദിന്റെ പതനത്തെ ലോകരാജ്യങ്ങൾ പ്രധാനമായിട്ടും ഇസ്രായേൽ അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിറിയൻ അതിർത്തിയിൽ സന്ദർശനം നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇറാനും ഹിസ്ബുള്ളയ്ക്കുമുള്ള ഒരു തിരിച്ചടിയാണ്, ചരിത്ര ദിനം എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മക്രോണും അതുപോലെ തന്നെ ബ്രിട്ടനും ഈ ഒരു നീക്കത്തെ എല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും വിമത സേന ആയിട്ടുള്ള HTS ആണ് സിറിയയിൽ ഇത്തരത്തിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ 42-കാരനായിട്ടുള്ള അൽ ജുലാനിയാണ് ഈ ഒരു വിമത സംഘടന സ്ഥാപിക്കുന്നത്. പ്രധാനമായും ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം അൽഖ്വയ്ദയിൽ ചേർന്ന വ്യക്തിയാണ്. തുടർന്ന് ഈ സിറിയയുടെ അധികാരത്തിലേക്ക് ഇദ്ദേഹം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം സിറിയയിലൊരു അപ്രതീക്ഷിത നീക്കത്തിൽ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യം വളരെ ആശങ്കയോടെ തന്നെയാണ് വീക്ഷിക്കുന്നതെന്ന് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. SKN. ഓക്കെ, സിറിയ വീട് കഴിഞ്ഞു. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയായിരുന്നു. 6 കൊല്ലത്തെ ആത്മവിശ്വാസവും വിശ്വാസ്യതയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ പി ചന്ദ്രൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. ചന്ദ്രൻ പറയുന്നു കള്ളപ്പണം ചാനലും കിട്ടിയിട്ടുണ്ട്. ചന്ദ്രൻ, താങ്കൾ എങ്ങനെ ഉള്ള ആളാണെന്ന് എനിക്കറിയില്ല. താങ്കളുടെ മനോഭാവവും ഇതിനുള്ള നിലപാടും എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ കുത്തിയിളക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞതാണോ എന്നും അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, മൂല്യങ്ങൾ പരമാവധി എന്നല്ല, മൂല്യങ്ങൾ പൂർണ്ണമായി സൂക്ഷിക്കുന്ന ഒരു ടെലിവിഷൻ നെറ്റ്വർക്കാണ് ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും ചാനലുകൾ. അതിൽ ഒരു കാരണവശാലും കള്ളപ്പണമോ ഇത്തരം ഇടപാടുകളോ നടത്താൻ നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, സത്യസന്ധതയുടെ വഴികളിലൂടെ സഞ്ചരിച്ച ആളുകൾ ആ വഴിയിൽ നിന്ന് പിന്നോക്കം പോകാൻ നമ്മൾ അനുവദിക്കത്തുമില്ല. ഇത് നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രമാണ്. ചന്ദ്രന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷേ എന്നാലും ചന്ദ്രൻ ഒരു കാര്യം ടെലിവിഷൻ ചാനലൊക്കെ എഴുതി അയക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സത്യമായി ഒരു ബന്ധം ഉണ്ടാകണം. ചന്ദ്രൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. ഈ കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ വളരെ നിസ്സാരമായി പറയുന്ന കാര്യമാണോ എന്നറിയില്ല. പക്ഷേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ടെലിവിഷൻ നെറ്റ്വർക്കിനോട് സംസാരിക്കുമ്പോൾ താങ്കൾ കുറച്ചുകൂടെ കെയർഫുൾ ആകണം എന്നാണ് എൻ്റെ അഭിപ്രായം. സജി കുമാർ പറയുന്നു, SKN സാധാരണക്കാരുടെ ശബ്ദമായി 24 മാറുന്നു. വളരെ സന്തോഷം. പല ആൾക്കാർക്കും ലഡു കിട്ടിയില്ല, മധുരം വിളമ്പാൻ ഇനിയും ഇഷ്ടംപോലെ അവസരമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകണം. പുളിഞ്ചോടിന് സമീപം ആലുവയ്ക്കടുത്തുള്ള സ്ഥലമാണ്. പെരിയാറിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ 4 കുട്ടികളിൽ ഒരാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. 3 പേരെ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടുകാർ. പക്ഷേ ഒരു കുട്ടിയെ ഇപ്പോഴും കാണാനില്ല. അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാംകുമാർ, പറയൂ വിശദാംശങ്ങൾ.
ഇന്ന് വൈകുന്നേരമാണ് ഈ 4 പേർ ചേർന്ന തെർമോക്കോൾ കൊണ്ട് വഞ്ചി ഉണ്ടാക്കി പുഴയുടെ പെരിയാറിന്റെ തന്നെ ഭാഗമായ ആലുവ പുളിഞ്ചോട് ഭാഗത്തുള്ള കല്ലുകടവിലെ പുഴയിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. കാറ്റും മഴയും വലിയ പ്രശ്നമുണ്ടായിരുന്നു. പുഴയുടെ നടുക്കെത്തിയപ്പോൾ ഈ വഞ്ചി മറിയുകയായിരുന്നു. ഇതോടെയാണ് 4 പേരും വെള്ളത്തിൽ പോയത്. ഇതിൽ 3 പേരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സഞ്ജു, രാഹുൽ, മിഥുൻ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. നിലവിൽ അജയ് അശോകൻ, ആലുവ പട്ടേരിപ്പുറം സ്വദേശിയായ അജയ് അശോകനെയാണ് വെള്ളത്തിൽ കാണാതായിരിക്കുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തുടരുന്നുണ്ട്. പക്ഷേ കനത്ത അടിയൊഴുക്കും വെളിച്ചത്തിന്റെ കുറവും രക്ഷാപ്രവർത്തനം തടസ്സമാകുന്നുണ്ട്. ഏതായാലും വലിയ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ ആ കുട്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എളുപ്പം കുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ. സജു തോമസ് പറയുന്നത്, സ്കൈൻ എനിക്കിതിന് മറുപടി കിട്ടണം. എന്തുകൊണ്ടാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തത്? ശരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നതിലെ ഫ്ലവേഴ്സ് ചാനൽ ഒരു പേയ്മെൻറ്റ് മോഡലിൽ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ചാനലിൽ നിങ്ങൾക്ക് ടോപ്പ് സിംഗർ കിട്ടും. ലൈവായിട്ട് റൺ ചെയ്ത് ഈ ചാനലിൽ മാത്രമാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഉള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നില്ല. പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന 6 കൊല്ലത്തെ യാത്രയിൽ നമുക്കൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രേക്ഷകരെയും ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നു. എല്ലാവർക്കും നന്ദി. വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനം ഇനിയും നീണ്ടുപോകാൻ സാധ്യത. മോചന ഹർജി പരിഗണിക്കുന്നത് റിയാദ് കോടതി വീണ്ടും മാറ്റി ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് നീട്ടിയത് എന്നാണ് സൂചന. 4 ദിവസങ്ങൾക്കകം, അതായത് 12-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് പ്രതീക്ഷിച്ച ദിവസമായിരുന്നു ഇന്ന്. എന്നാൽ റിയാദിലെ ക്രിമിനൽ കോടതി ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും വിധി പറയുന്നത് വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു. ഡിസംബർ 12 വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. സൗദി സമയം ഉച്ചയ്ക്ക് 12:30 കേസ് പരിഗണിക്കുക. ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഒസാമ പറഞ്ഞു. For Abdul Rahim for today, and now next appointment they give me the judgment. Like that important, they take it time for give it the judgment. Like that, inshallah, we are think the good news, inshallah, next appointment. Bi'idhnillah. അഭിഭാഷകന് പുറമെ അബ്ദുറഹീമും ഓൺലൈൻ വഴി ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. ഇന്ത്യൻ എംബസി പ്രതിനിധി യൂസഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂർ, അഡ്വക്കേറ്റ് റന തുടങ്ങിയവരും നടപടിക്രമങ്ങൾക്ക് സാക്ഷിയാകാൻ കോടതി പരിസരത്തെത്തിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളാണ് കേസ് നീട്ടിവെക്കാൻ കാരണമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 18 വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ ജൂലൈ 2 കോടതി റദ്ദാക്കി. മോചനദ്രവ്യമായ 15 മില്യൺ റിയാൽ കൈമാറുകയും കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും ചെയ്തതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ശ്രീരാജ് കാലിക്കറ്റിൻ്റെ യൂട്യൂബ് സന്ദേശം കിട്ടി. അദ്ദേഹം പറയുന്നത് നല്ല പരിപാടികൾ കൂടി വേണം. തീർച്ചയായിട്ടും ഈ പുതുവർഷത്തിൽ കുറച്ചധികം പുതുമകൾ 24-ലും ഫ്ലവേഴ്സിലും കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകുന്നതിൽ കുടുംബത്തിന് വല്ലാത്ത ആശങ്കയുണ്ട്. പണം വാങ്ങി സൗദി ബാലിൻ്റെ കുടുംബം മാപ്പ് നൽകിയിട്ടും മോചനം വൈകുന്നതിൻ്റെ കാരണം കണ്ടെത്തണമെന്നാണ് സഹോദരൻ നസീർ ആവശ്യപ്പെടുന്നത്. അടുത്ത സിറ്റിംഗിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി. റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുമ്പോൾ കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 തവണയും ഉണ്ടായത് ഇത്തവണയും ആവർത്തിച്ചു. കേസ് പരിഗണിക്കാനായി മാറ്റി. പബ്ലിക് പ്രോസിക്യൂട്ടർ ചില രേഖകൾ ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കേസ് മാറ്റിയതെന്ന് റഹീം നിയമസഹായ സമിതി പ്രതികരിച്ചു. കുറച്ച് പേപ്പറുകളുണ്ട്, അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഈ വരുന്ന അവരുടെ സിറ്റിങ്ങിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് മോചന ഉത്തരവ് വൈകുന്നു എന്നത് അന്വേഷിക്കണമെന്ന് സഹോദരൻ നസീർ 24-നോട് പറഞ്ഞു. കുടുംബം മാപ്പ് കൊടുത്തു, ക്യാഷ് കൊടുത്തതിന് ശേഷം മാപ്പ് കൊടുത്തു, കോടതി റദ്ദും ചെയ്തു. എന്നിട്ട് നീണ്ടു പോകുന്നത് എന്താണെന്നുള്ളത് ഒരു അന്വേഷണവുമായി അന്വേഷിക്കണം എന്നുള്ളതിൻ്റെ നമ്മളെ കുടുംബത്തിൻ്റെ ഒരു അഭിപ്രായം വരുന്നത്. പണം വാങ്ങി സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയിട്ടും മോചനം വൈകുന്നതിലാണ് കുടുംബത്തിന്റെ ആശങ്ക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റഹീം നിയമസഹായ സമിതിയും വിഷയത്തിൽ ഇടപെടണമെന്നും റഹീമിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. പ്രേക്ഷകരൊക്കെ തന്നെ വളരെ സങ്കടം പറയുന്നുണ്ട്. റഹീമിൻ്റെ മോചനം എന്താണ് ഉണ്ടാകാത്ത കാരണം ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം
ഏതാണ്ട് 45 കോടിയോളം രൂപ സംഭാവന നൽകിയതാണ്. ഈ കാര്യത്തിൽ യൂസഫ് MC പറയുന്നത് SKN അബ്ദുറഹീമിൻ്റെ കേസ് എന്താണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്? നിയമപരമായ പ്രശ്നങ്ങളല്ലേ, നമുക്കതിലൊന്നും അഭിപ്രായം പറയാൻ പാടില്ല എന്ന് മാത്രമല്ല എടുത്തിയാടി അഭിപ്രായം പറഞ്ഞ് മോചനം ഇനി നീട്ടിക്കൊണ്ട് പോകാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് അല്പം കൂടി എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. കാര്യം 18 കൊല്ലമാണ് റഹീം വധശിക്ഷ കാത്ത് ഈ ജയിലിൽ കഴിഞ്ഞത്. 18 കൊല്ലം കാത്തിരുന്നവരല്ലേ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ 6 കൊല്ലം നമ്മൾ പിന്നിട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി നമ്മുടെ ഒന്നിച്ചുള്ള 24ൻ്റെ യാത്ര, 6ൻ്റെ നിറവിൽ 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. 6ാം വാർഷികാഘോഷം പ്രേക്ഷകർക്കൊപ്പം അത്യാവശ്യം ഗംഭീരമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം. ജനകീയ വിഷയങ്ങളിൽ ഏറ്റെടുത്ത പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ സാധ്യമാക്കി 24 ഇനിയും മുന്നോട്ട് പോകും. പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവരോട് പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടും ഇരുന്ന് ഈ 6ാം വാർഷിക നിറവ് നിൽക്കുന്ന 24ൻ്റെ ഈ പ്രഭാത സംപ്രേഷണം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും വർദ്ധിത വീര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2018 ഡിസംബർ 8-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. 6 കൊല്ലം കഴിയുമ്പോഴും അതേ സന്തോഷത്തിൽ പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് വളർന്നു, 24ഉം ഒരുപാട് വളർന്നു. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അവതാരകർ അണിനിരന്നു. 6 വർഷത്തെ 24ന്റെ യാത്രയെ ചേർത്തു നിർത്തിയ പ്രേക്ഷകർക്കുള്ള കാഴ്ച വിരുന്നായിരുന്നു ഇന്നത്തെ ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ. കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം. 6ാം വാർഷിക വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗോപിക്ക് എന്താ പറയാൻ? നമ്മുടെ ഉത്തരവാദിത്തം കൂടിക്കൂടി വരുന്നു ഓരോ വർഷം കഴിയുന്തോറും. കാരണം മത്സരം കൂടുന്നു. മത്സരം കൂടുന്നു. പിന്നെ മാത്രമല്ല നമ്മളിൽ നിന്ന് പുതുമകൾ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. കാരണം പുതുമകൾ കൊണ്ടുവന്ന ചാനൽ എന്നതാണ് 24നെ വേറിട്ട് നിർത്താൻ. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചതിന്റെ 6 വർഷത്തിന്റെ ആനിവേഴ്സറി എന്ന തരത്തിലേക്കാണ് ഞാൻ ഇതിനെ അടയാളപ്പെടുത്തുന്നത്. നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിട്ട് ഇങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 24 ഒത്തിരി വളർന്നു, പ്രേക്ഷകരും വളർന്നു. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നുണ്ട്. അത് പക്ഷേ ജനപക്ഷമാണ്. 6 വർഷത്തിനിടയിൽ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും നമ്മൾ വളരെ ഇതായിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ആഘോഷവേളയിൽ പ്രേക്ഷകരും ലൈവായി കൂടെ കൂടി. ഞാൻ ഈ 24 വന്ന ശേഷമാണ് ഞാൻ ഈ മാധ്യമങ്ങൾ നമ്മൾ ഈ വാർത്ത തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാരെയും ഞാൻ കുറച്ചുപേരെ നേരിട്ട് കണ്ടിരുന്നു. കഴിഞ്ഞ തവണ പ്രേക്ഷക സംഗമത്തിന് ഞാൻ എറണാകുളത്ത് എത്തിയിരുന്നു. നാട്ടിൽ ന്യൂസിലൻഡിൽ 24 ഒക്കെ കാണുന്നുണ്ടോ ആളുകൾ? എന്റെ ഹസ്ബൻഡ് സ്ഥിരം കാണുന്ന ഒരു ചാനലാണ് 24. ജില്ലാ കേന്ദ്രങ്ങളിലും ബ്യൂറോകളിലും മധുരം വിതരണം ചെയ്ത് പിറന്നാൾ ആഘോഷം. തിരൂർ മാർക്കറ്റിൽ 24ന് സർപ്രൈസ് സമ്മാനമൊരുക്കി തൊഴിലാളികൾ. ഈ 6ാം വർഷത്തിലേക്ക് കടക്കുന്ന 24ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് 24. 6 വർഷം പിന്നിടുമ്പോൾ ജനപക്ഷ മാധ്യമ പ്രവർത്തനം കൂടുതൽ കരുത്തോടെ തുടരുകയാണ്. നാടിന് വഴികാട്ടിയായി ഇനിയും മുന്നോട്ട്. നമുക്ക് തകർക്കണം, അടിച്ച് പൊളിക്കണം. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. ടീം 24.
പ്രേക്ഷകർ നമ്മൾ ഏൽപ്പിക്കുന്ന വിശ്വാസം അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. ആ രീതിയിലായിരിക്കും നമ്മുടെ യാത്ര. ഇനിയും ഈ 24 കണക്ട് വഴി പ്രേക്ഷകരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് ചാലകശക്തിയായി മാറ്റാനുള്ള യത്നത്തിൽ നമ്മൾ പങ്കാളികളാവുകയും ചെയ്തു. പ്രക്ഷേപണം മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം, സമൂഹത്തിൻ്റെ മാറ്റത്തിന് നമ്മൾ കൂടി നിൽക്കണം. അശരണരും അശാന്തി പടരുന്നതിലുമായ ജീവിത സാഹചര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ വേണം എന്നുകൂടിയാണ് നമ്മുടെ തീരുമാനം. 24 കണക്ട്, നിങ്ങൾക്കറിയാം, കണക്റ്റിംഗ് മലയാളീസ് അക്രോസ് ദ വേൾഡ്. അപ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലൂടെയായിരിക്കും 24ൻ്റെ വരുംകാല യാത്ര. നമുക്കൊപ്പം തന്നെ തുടരുക. താങ്ക് യു മൈ ഡിയർ ഓഡിയൻസ്. വ്യാജ ടാക്സികൾക്കും അനധികൃത റെൻ്റേ കാറുകൾക്കുമെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പരാതി ഉയരുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ആരോപണം. 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച കളർകോട് വാഹനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടപടി ശക്തമാക്കണം എന്നും ആവശ്യം ഉയരുന്നു. ഇവിടെ ഓടുന്ന കള്ള ടാക്സികളും റെൻ്റേ കാറുകൾക്കുമെതിരെ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നാളിതുവരെയായിട്ടും ഒരു നടപടിക്രമങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് വസ്തുത. ബഹുമാനപ്പെട്ട നീതിപീഠം നൽകിയ ഈ വിധി പോലും മാനിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ കളർകോട് സംഭവിച്ചതെന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്. കാരണം അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? റെൻ്റേ കാർ പൂർണ്ണമായി നിരോധിക്കണം എന്ന അഭിപ്രായം നമുക്കില്ല. തീർച്ചയായിട്ടും ഈ റെൻ്റേ കാർ കൊണ്ട് പ്രയോജനമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആരാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് എന്നെങ്ങനെ തീരുമാനിക്കുമെന്നൊക്കെ തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ടോബി, വിവരങ്ങൾ. റെൻ്റേ കാറുകളെയല്ല എതിർക്കുന്നത്, കള്ള ടാക്സികൾ, അതായത് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും കള്ള ടാക്സിയായിട്ട് ഓടിക്കുന്നു, ഒപ്പം തന്നെ അനധികൃതമായിട്ട് റെൻ്റേ കാർ നടത്തുന്ന ആളുകൾ, ഇവർക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് നമ്മുടെ നാട്ടിൽ റെൻ്റേ കാർ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ റെൻ്റേ കാർ നടത്തുന്നത് നിയമപരമായി തന്നെ മോട്ടോർ വാഹന വകുപ്പൊക്കെ അംഗീകരിക്കുന്നുമുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രൈവറ്റായിട്ട്, അതായത് സ്വകാര്യ വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ അനധികൃതമായി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിനെയാണ് വ്യാജ ടാക്സിയായിട്ടും കള്ള ടാക്സിയായിട്ടും ഒപ്പം തന്നെ റെൻ്റേ കാറുകളായിട്ടും നൽകുന്നതിനെയാണ് ഇവർ എതിർക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്ന്. കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നത്. എന്നാൽ അതിനുശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അനധികൃതമായി നടക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഇവർക്ക്. കളർകോട് നടന്ന സംഭവം തന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. ആ വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു തലത്തിലൊരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുവരെ ഈ ടാക്സി ഡ്രൈവേഴ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ വരുമാന മാർഗത്തെ കൂടിയാണ് ഇത് തടയിടുന്നത്. കാരണം ഇത്തരത്തിൽ കള്ള ടാക്സികൾ ഓടുമ്പോൾ ഈ നിയമപരമായിട്ട് ടാക്സി സർവീസുകൾ നടത്തുന്നവർ, റെൻ്റേ കാർ നൽകുന്നവർക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായി അവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു ആവശ്യം ഇവർ ശക്തമായി സർക്കാരുകൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഗതാഗത മന്ത്രിയോടക്കം മുഖ്യമന്ത്രിക്കടക്കം ചില നിർദ്ദേശങ്ങൾ, നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഒരു കത്ത് നൽകിയതാണ്, പരാതി നൽകിയതാണ്. മുഖ്യമന്ത്രി അതിനനുസരിച്ച് വകുപ്പിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കർശനമായിട്ടുള്ള ഒരു നടപടി, പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഈ ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നത്. കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയത്. അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവും വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഗിരീഷ് പറഞ്ഞു, സ്ഥിരം പ്രേക്ഷകരായ ഞങ്ങൾക്ക് കിട്ടിയത് ഉണ്ട. അങ്ങനെ പറഞ്ഞു കളയരുത് കേട്ടോ, അത് കുറച്ച് കടന്ന കയ്യായി പോയി. ഈ ഉണ്ട വീണതപ്പോൾ നമ്മുടെ നെഞ്ചത്തായി പോയി. കണ്ണന്താഴ സ്കേൻ എന്തൊക്കെയോ സർപ്രൈസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ, വെറുതെ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ പോലും ഇങ്ങനെ പറയല്ലേ എന്ന് പറയുന്നു. കണ്ണന്താഴ, തീർച്ചയായിട്ടും ഈ 8-ാം തീയതി, അതായത് ഇന്ന് വെളിപ്പെടുത്താൻ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ഫൈനൽ ഷേപ്പ് വന്നിട്ടില്ല. ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാവാനുണ്ട്. വലിയൊരു സർപ്രൈസാണ് പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ബാക്കി വെച്ചത്. പക്ഷേ ഇന്നത് പറയാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായും 2025 നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ കൂടി ശരിയാവാനുണ്ട്. അത് വരികയാണെങ്കിൽ പ്രേക്ഷകർ ഒന്നും ഞെട്ടും. വെയിലജ ടി പറയുന്നു, പത്തനംതിട്ട ജില്ലക്കാർക്ക് ലഡു കിട്ടിയില്ല. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ചില പോക്കറ്റുകളിലൊക്കെ പോയി ഈ മധുരം വിതരണം ചെയ്തിരുന്നു.
അപ്പോൾ പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി വിതരണം ചെയ്തെന്നല്ല, സിംബോളിക്കലി നമ്മൾ ചില ഭാഗത്തല്ലേ പോകാൻ പറ്റൂ. ഞാൻ പ്രായോഗിക ബുദ്ധിമുട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുമല്ലോ. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കിൽ നേരിയ കുറവ്. ഇന്ന് രാത്രി 8 മണിവരെ 57,163 പേരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ നമ്പർ 8000 കടന്നു. YS അഭിനന്ദ് സന്നിധാനത്ത് നിന്ന് ചേരുന്നു. അഭിനന്ദ്, ഇന്ന് ഈ എണ്ണം കുറയാനുള്ള കാരണം എന്താണ്? സാധാരണ 80,000 വരെയൊക്കെ പോകാറുണ്ടല്ലോ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം. ഇന്ന് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായും തിരക്ക് കൂടുന്ന ഒരു ദിവസം. കോള് കട്ടായി. ഇപ്പോൾ സാധാരണ അഭിനന്ദ് പറയാൻ തുടങ്ങിയതുപോലെ ഈ ശനി ഞായർ ദിവസങ്ങൾ വീക്കെൻഡിലാണ് അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടുന്നത്. ഒരു 80,000 ആളുകളൊക്കെ തന്നെ വിർച്വൽ ബുക്കിങ്ങിലൂടെ വരും. 10,000 പേരൊക്കെ 9,000 8,000 പേരൊക്കെ അല്ലാതെയും വരും. അങ്ങനെ ഒരു 90,000 പേരിലൊക്കെ എത്താറുണ്ട്, 80നും 90നും മധ്യേ. ഇന്ന് എന്താണെന്നറിയില്ല, അഭിനന്ദ് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. അല്പം നിമിഷങ്ങൾക്കകം അഭിനന്ദിനോട് സംസാരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതിനിടയ്ക്ക് നമുക്കിന്ന് ശബരിമല ചടങ്ങുകൾ പരിശോധിച്ച് മടങ്ങി വരാം. ശബരിമല ഇന്നത്തെ ചടങ്ങ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ. വീണ്ടും YS അഭിനന്ദ് ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുന്നു. അഭിനന്ദ് പറഞ്ഞോളൂ. ഇന്ന് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായും വലിയ തിരക്കുണ്ടാകേണ്ട ദിവസമാണ്. ഇന്ന് ഒരു തിരക്കുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ സന്നിധാനം ഫ്ലൈ ഓവറിൽ സുഗമമായി ദർശനം നടത്തുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ ഈ ഫ്ലൈ ഓവറിന് കഴിഞ്ഞ് 18ാം പടി കയറി ഫ്ലൈ ഓവർ കഴിഞ്ഞിങ്ങനെ എത്തുമ്പോൾ ഒരു തരത്തിലുള്ള തിരക്കുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 57,236 ഭക്തരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് 8000 കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്തൊരു സാഹചര്യമാണ്. പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്ന് കുറവുണ്ട്. ഇന്ന് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ശബരിമലയിൽ നിന്നുണ്ടായത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. ദിലീപിന്റെ VIP സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കോടതിയിൽ ഇപ്പോൾ ആ കേസ് ഇരിക്കുകയാണ്. അതിനകത്ത് കർശനമായ നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹരിവരാസന സമയത്ത് ഒരു ഭക്തനും അത്തരം ഒരു രീതി പാടില്ലായിരുന്നു. അത് തീർത്ഥാടകർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കിയെന്ന് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. എന്തായാലും വലിയ വർധനവ് വരുമാനത്തിലും ഉണ്ടായി എന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. അപ്പം അരവണ എന്നിവ ഉള്ള സാമഗ്രികളുടെ കാര്യത്തിലും വലിയ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുഗമമായ തീർത്ഥാടന കാലം ഇത്തവണ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ചാരിതാർത്ഥ്യം ദേവസ്വം ബോർഡിന് യഥാർത്ഥത്തിൽ ഉണ്ട്. ആത്മവിശ്വാസത്തിൽ മണ്ഡലകാലം എന്നതിൽ 23ാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ പ്രശ്നമായിട്ടുള്ളത് ദിലീപിന്റെ VIP സന്ദർശനവും ഒപ്പം തന്നെ മറ്റുമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ 23ാം ദിവസവും കടന്നു പോകുന്നു. താങ്ക് യു YS അഭിനന്ദ്. സുബി ബേബി പറയും 24 is our proud എന്ന് പറയുന്നു. വളരെ സന്തോഷം. മാത്തപ്പനും പറയുന്നത് മാമലക്കാർക്ക് ഒരു ഹായ് മാമലക്കാർ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സുജാത സ്വാമി ശരണം. സീന മുഹമ്മദ് പറഞ്ഞു അടുത്ത പിറന്നാൾ ദിനത്തിൽ കിട്ടാത്ത ആളുകൾക്ക് മധുരം ലഡു കൊടുക്കണം. തീർച്ചയായിട്ടും അടുത്ത തവണ നമ്മൾ എന്തായാലും കുറച്ച് കൂടുതൽ ലഡു കരുതും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. റോയൽ ഗാർഡൻസിൽ നിന്നൊരു യൂട്യൂബ് സന്ദേശം. താങ്കൾ പാല് കാച്ചുന്ന വീട്ടിൽ വരുമെന്ന് വിചാരിച്ച് SK കാത്ത് ഞാൻ ഒരുപാട് നേരം അവിടെ നിന്നു എന്നാണ് ഈ റോയൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. ഞാനിന്ന് വടക്കേക്കരയിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷിബിർ കോയ തങ്ങളുടെ മകൾ ഫാറ്റിമയുടെ വീടിൻ്റെ പാല് കാച്ചിനാണ് വന്നത്. ഇത്തിരി ലേറ്റായി പോയി. കാര്യം 6 വർഷത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്ക് ലേറ്റായി പോയതാണ്. നിങ്ങൾ കുറച്ചധികം ആൾക്കാരെ ഞാൻ അവിടെ കണ്ടിരുന്നു. സന്തോഷം കണ്ടവരെയൊക്കെ. മരിച്ച നിലയിൽ കണ്ടെത്തിയ ADM K നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ ഒരു പരാമർശവും കണ്ടില്ല. ഇക്കാര്യം ഉന്നയിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ K നവീൻ ബാബുവിൻ്റെ കുടുംബം ഇന്ന് രംഗത്ത് വന്നു. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറ പരാമർശം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും ഇക്കാര്യം പറയുന്നില്ല. K നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ K നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലെന്ന് ബന്ധു അനിൽ P. നായർ. പോസ്റ്റ്മോർട്ടത്തിൽ ആ രക്തക്കറയൊക്കെ പറ്റി പരാമർശിക്കേണ്ടതായിരുന്നു.
ഒരു മുറിവില്ലാതെ രക്തം ഉണ്ടാവില്ലല്ലോ. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് തീർച്ചയായിട്ടും പരിചയസമ്പന്നനായ ഡോക്ടർ രേഖപ്പെടുത്തേണ്ടതാണ്. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. എന്നാൽ നവീൻ ബാബുവിന്റേത് ആത്മഹത്യയെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നത്. 24 പത്തനംതിട്ട. ഇസ്മയിൽ ബഹർ എന്ന് പറയുന്നു, SKN അനുകരണക്കാരെ കുഴയ്ക്കുന്ന പരിഷ്കാരങ്ങളൊന്നും വേണ്ടായിരുന്നു. ആരെയും കുഴയ്ക്കാൻ വേണ്ടിയല്ല. മാത്രമല്ല, ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലുമൊക്കെ അനുകരിക്കുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. തീർച്ചയായിട്ടും അനുകരിക്കുന്നവർ അനുകരിക്കട്ടെ. പക്ഷേ ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത ചില അനുകരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഒത്തിരി അസ്വസ്ഥതയുണ്ട്. കാരണം നമ്മൾ എവിടെയും ഒരു മൊറാലിറ്റി വിട്ട് കളിക്കാൻ പാടില്ല. ഇനി ഈ വാർത്താപ്പകലിൽ ഇന്ന് വാർത്താപ്പകൽ പ്രത്യേകിച്ചും ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ പകൽ സമയത്ത് വാർത്തകൾ കാണാതെ പോയ പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് വാർത്താപ്പകൽ. കർദിനാൾ പദവിയിലെത്തിയ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം നന്ദി പ്രകാശന ദിവ്യബലി അർപ്പിച്ചു. പുതുതായി ചുമതലയേറ്റ 21 കർദിനാൾമാരും ദിവ്യബലിയിൽ പങ്കെടുത്തു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന കുർബാനയിൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് കർദിനാൾമാരും മാർ ജോർജ് കൂവക്കാടിന്റെ മാതാപിതാക്കളും പങ്കെടുത്തു. സംസ്ഥാനത്തെ റോഡുകളിൽ പൊലിയുന്ന ജീവന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് വരെ മാത്രം നിരത്തിൽ പൊലിഞ്ഞത് 2501 ജീവനുകൾ. AI ക്യാമറ വന്നിട്ടും അപകടങ്ങൾക്കും മരണങ്ങൾക്കും കുറവില്ല. നടൻ കാളിദാസ് ജയറാമിന് പ്രണയസാഫല്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മോഡലായ തരണി കലിംഗരായരെ താലിചാർത്തി. ചടങ്ങിൽ പങ്കെടുത്ത് പ്രമുഖർ. അവയവദാനത്തിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് സാധ്യത മുതലെടുത്താണ് തട്ടിപ്പ്. 2 ലക്ഷം രൂപയ്ക്ക് കിഡ്നി ദാനം ചെയ്യാമെന്ന് പരസ്യം. ഡൽഹി എയിംസിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താമെന്ന് വാഗ്ദാനം. പകുതി പണം മുൻകൂറായി നൽകണമെന്നും തട്ടിപ്പ് സംഘം. 24 എക്സ്ക്ലൂസീവ്. 24 അന്വേഷണം. വായ്പാക്കിണിയിൽ വീട്ടമ്മമാർ. പാലക്കാട് ചിറ്റൂരിൽ വീട്ടമ്മമാരെ ഉന്നമിട്ട് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ വ്യാപകം. വായ്പ നൽകുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വൻ പലിശയിൽ. തിരിച്ചടവ് മുടങ്ങിയാൽ വീട്ടിലെത്തി ഭീഷണി. ദൃശ്യങ്ങൾ 24-ന്. KSEBിക്ക് പിന്നാലെ സാധാരണക്കാർക്ക് സപ്ലൈകോയുടെയും ഇരുട്ടടി. സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ചു. ഉഴുന്നും ചെറുപയറും ഇനി 1/2 കിലോ മാത്രം. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ വീണ്ടും നീക്കം. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിന്റെ കരട് വീണ്ടും പൊളിച്ചെഴുതാൻ എക്സൈസ് വകുപ്പ്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിലും ആലോചന. 24 എക്സ്ക്ലൂസീവ്. ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്താ പകൽ കണ്ടത്. പകൽ വന്ന വാർത്തകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇനി 24-ന്റെ ക്യാമ്പയിൻ തല വയ്ക്കല്ലേ, ഇത് തട്ടിപ്പാണ്. നമ്മൾ എത്രയോ കാലമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ്, ഇൻ്റർനെറ്റ് അറസ്റ്റ്, ഓൺലൈൻ അറസ്റ്റ്, അങ്ങനെയുള്ള ഒരു സാധനം തട്ടിപ്പാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങനെ ആരെയും വിർച്വലായി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നു. എന്നിട്ടും ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ തട്ടിപ്പ് തുടരുന്നു. കൊച്ചിയിലാണ് ഈ സംഭവം. എളംകുളം സ്വദേശിയായ ഒരു 85-കാരിൽ നിന്ന് 17 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ജെറ്റ് എയർവേസ് മാനേജിംഗ് ഡയറക്ടറോടൊപ്പം ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. ഡിജിറ്റൽ തട്ടിപ്പുകാർ പ്രധാനമായും 50 വയസ്സിന് മുകളിലുള്ളവരെ ലക്ഷ്യം വെക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നത്തേത്. ജെറ്റ് എയർവേസ് മാനേജിംഗ് ഡയറക്ടറോടൊപ്പം ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞായിരുന്നു 85-കാരന് ആദ്യം ഫോൺ സന്ദേശം ലഭിച്ചത്. ആദ്യം 5000 രൂപയും രണ്ടാമത് 1 ലക്ഷം രൂപയും 3-ാം തവണ 16 ലക്ഷം രൂപയുമാണ് തട്ടിപ്പുകാർ കൊണ്ടുപോയത്. ഭയന്നതോടെ ഇക്കാര്യം മറ്റുള്ളവരോട് പറഞ്ഞില്ല. തട്ടിപ്പ് മനസ്സിലാക്കിയ 85-കാരനും കുടുംബവും ഇന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. ഏത് അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. പ്രായമായവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് എളുപ്പമായതിനാലാണ് 50 വയസ്സിന് മുകളിലുള്ളവരെ തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 24 കൊച്ചി. അപ്പോൾ എന്തായാലും വളരെ കരുതിയിരിക്കണം. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് മനസ്സിലാകാത്ത, പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ ടെലിഫോൺ വന്നാൽ, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും എടുക്കേണ്ട കാര്യമില്ല.
കാരണം സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വരാൻ ചിലപ്പോൾ ലേറ്റാവും. എന്നാൽ നിങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്ന ഏതെങ്കിലും വാർത്തകളോ അത്യാഹിതങ്ങളോ ആണെങ്കിൽ അത് നിങ്ങളെ എങ്ങനെയും തേടി വരും. അതിൽ നിങ്ങൾ വറിയിടാവേണ്ട കാര്യമില്ല. വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണത്. അതുകൊണ്ട് പരിചയമില്ലാത്ത നമ്പർ, പ്രത്യേകിച്ച് ഒരു 50കളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ പുലിവാലി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അതിലൊന്നും വിശ്വസിച്ച് കളയരുത്. ആർക്കും അങ്ങനെ പോലീസ് ഓഫീസർമാരുടെ വേഷത്തിലൊക്കെ വന്ന് നമ്മോട് വീഡിയോ കോൾ വന്ന് പറയും ഞാൻ CBIയുടെ ഓഫീസറാണ്, പോലീസ് ഓഫീസറാണെന്നൊക്കെ. അതൊക്കെ തട്ടിപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിന് നാണക്കേട് ഉണ്ടാക്കരുത്. കാര്യം ഇത്രയും വിവരമുള്ള ആൾക്കാർ അധിവസിക്കുന്ന വിദ്യാഭ്യാസമുള്ളവരുടെ ലോകത്ത് ഇത്രയധികം തട്ടിപ്പുകൾ അരങ്ങേറുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക്. ഹലോ പോലീസ് സ്റ്റേഷൻ. തിരുവനന്തപുരത്തെ പാലോട്ട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിൻ്റെയും സുഹൃത്തിൻ്റെയും അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തി. ഇരുവരും നടത്തിയ മാനസിക പീഡനവും ഉപദ്രവവുമാണ് ഇന്ദുജയുടെ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാലോട് സ്വദേശിനി ഇന്ദുജയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ കുടുംബം ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി. ഗാർഹിക പീഡനം ഉൾപ്പെടെ നടന്നുവെന്നായിരുന്നു പിതാവിന്റെ ആരോപണം. ഇന്ദുജ ആത്മഹത്യ ചെയ്ത് 48 മണിക്കൂറിനുള്ളിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മരണത്തിന് പിന്നാലെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ അഭിജിത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അജാസിനെ ചോദ്യം ചെയ്തത്. അജാസിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇന്ദുജയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ചോദ്യം ചെയ്യുന്നതിനിടെ അജാസ് ഇന്ദുജയെ 3 ദിവസം മുമ്പ് മർദ്ദിച്ചതായി അഭിജിത്ത് മൊഴി നൽകി. എന്നാൽ മർദ്ദനാരോപണം ആദ്യം നിഷേധിച്ച അജാസ് പിന്നീട് മർദ്ദിച്ചെന്ന് സമ്മതിച്ചു. മർദ്ദനം നടന്ന ശംഖുമുഖത്ത് അജാസുമായി പോലീസിന്റെ തെളിവെടുപ്പ്. ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും മാനസിക പീഡനവും മർദ്ദനവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇന്ദുജ അജാസുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ ഇടയ്ക്ക് വാക്കുതർക്കവും നടന്നതായി പോലീസ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇന്ദുജ അവസാനമായി വിളിച്ചത് അജാസിനെയായിരുന്നു. അബറ്റ്മെന്റ് ഫോർ സൂയിസൈഡ് ആണ് പ്രധാന വകുപ്പ്. പിന്നെ കുട്ടി SC വിഭാഗത്തിലുള്ളതായതുകൊണ്ട് SC/ST അട്രോസിറ്റി, ഗാർഹിക പീഡനം SC/ST അട്രോസിറ്റി ആക്റ്റും ഉണ്ട്. അവരുടെ ആ ഒരു മനോവിഷമവും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സുഹൃത്തിൻ്റെ ഭാഗത്തുണ്ടായ പീഡനമാണ് ഇതിന് കാരണമായിട്ട്. അഭിജിത്തിനെതിരെ മർദ്ദനം, ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾക്കും അജാസിനെതിരെ ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളുമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അഭിജിത്തിന്റെ മാതാവ് ഇന്ദുജയെ ഗാർഹിക പീഡനത്തിനിരയാക്കി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇന്ദുജയുടെ കുടുംബത്തിനുണ്ടെങ്കിലും മാതാവ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിട്ടില്ല. ആരോപണങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് ഉൾപ്പെടെ 2 പ്രതികൾ അറസ്റ്റിലാകുമ്പോഴും കുടുംബം ഉന്നയിച്ച ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതുപോലെ നിലനിൽക്കുകയാണ്. അക്കാര്യത്തിൽ കൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദുരൂഹതകൾ പുറത്തുവരട്ടെ. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. ഷിജു PV പറയുന്നു, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞില്ല. സ്റ്റാർ മാജിക് നിർത്തിയിട്ടില്ല. ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു പുതിയ രീതിയിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് വരാൻ വേണ്ടിയുള്ള സമയമെടുക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. മത അടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശം ദുരൂഹമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് 24 പുറത്തുവിട്ടു. K ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മാത്രമാണോ ഈ വിവാദം? അല്ലെന്ന് സംസ്ഥാന പോലീസ് തന്നെ കണ്ടെത്തിയ ഈ റിപ്പോർട്ടിൽ പറയും. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അതേ ദിവസം തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നുമുള്ള K ഗോപാലകൃഷ്ണന്റെ വാദത്തിൽ തുടങ്ങുന്നു നുണകളുടെ കോട്ട. മല്ലു ഹിന്ദു ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രചരിച്ചതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഗ്രൂപ്പിന്റെ അഡ്മിൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K ഗോപാലകൃഷ്ണൻ. വിവാദമായതിനു പിന്നാലെ മല്ലു മുസ്ലിം ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പുമുണ്ടായി. ഇതോടെ വിവാദം കത്തിക്കയറി. അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതായിരുന്നു: ഒരു സമുദായത്തെ സംഘം മാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ മറ്റു സമുദായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ എല്ലാ ഗ്രൂപ്പും ഡിലീറ്റ് ചെയ്തു. എൻ്റെ കോൺടാക്ട്സ് മുഴുവനും ഉള്ളതാണ് ഉണ്ടായിരുന്നു. ഞാൻ അഡ്മിൻ ആയിരുന്നാണ് അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. K ഗോപാലകൃഷ്ണ IAS ഇപ്പറഞ്ഞതൊക്കെ കള്ളമാണ്. ഒക്ടോബർ 31 വിവാദ വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സഹപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊന്നുമല്ല. വിവാദങ്ങൾക്ക് പിന്നാലെ K ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4.
അന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പരാതി നൽകിയ മൊബൈൽ ഫോൺ കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത ദിവസം നവംബർ 5-നാണ് ഒരു ഐഫോൺ പോലീസിന് കൈമാറിയത്. ആ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നാലെ വീണ്ടും ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നവംബർ 6-ന് വീണ്ടും സാംസങ് ഫോൺ പോലീസിന് കൈമാറി. പോലീസ് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും വിവരങ്ങൾ തേടി ഫോറൻസിക് പരിശോധന നടത്തി. ആ പരിശോധനാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. കെ ഗോപാലകൃഷ്ണൻ ആദ്യമായി ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഒക്ടോബർ 31-നല്ല. പകരം പോലീസിന് പരാതി നൽകിയതിന് തലേ ദിവസം നവംബർ 3-ന് ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്തു. പിന്നീട് ശരിക്കുള്ള ഫോൺ പോലീസിന് കൈമാറിയ നവംബർ 6-ന് രാവിലെ 2 തവണ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ഹാക്കിംഗ് തെളിയിക്കുന്ന തരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകിയതോ മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതോ പരാമർശിച്ചിട്ട് പോലുമില്ല. കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കുറ്റം മാത്രമാണോ കെ ഗോപാലകൃഷ്ണൻ ചെയ്തത്? വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസെടുക്കേണ്ടേ? പോലീസ് തന്നെ ദുരൂഹത പറഞ്ഞിട്ടും ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ എന്തുകൊണ്ട് അതൊന്നും പരാമർശിച്ചില്ല? കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥ ലോബിയുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. ഉത്തരം നൽകേണ്ടത് സർക്കാരും. വിപിൻ വേളിക്കും രാജ്കിരണിനും ശ്രീജുനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. മിനി ഗോപകുമാർ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ 24. ഞങ്ങൾ 6 വർഷമായി 24-നൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ്. പ്രവാസികളുടെ പ്രിയപ്പെട്ട ചാനലാണ് 24. തീർച്ചയായിട്ടും പ്രവാസികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലാണ് 24-ഉം ഫ്ലവേഴ്സും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ചില വാർത്തകളൊക്കെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പ്രവാസികളെ കൂടി നമ്മൾ പൂർണ്ണമായും പരിഗണിക്കുന്നത്. ടോമിയുടെ ഒരു യൂട്യൂബ് സന്ദേശം, കാളിദാസൻ പണം തന്നിട്ടാണോ 24-ലെ കല്യാണം കാണിച്ചത് എന്നാണ്. പണവും തന്നിട്ടില്ല, കല്യാണം നമ്മൾ ഫ്രീ ആയിട്ട് കാണിച്ചാണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ്റെ കല്യാണം കാണിക്കുമോ SKN? താങ്കൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്ന കാര്യമാണ്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. ഇനി വാർത്തയിലേക്ക്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ തൃശ്ശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ യോഗം സംഘടിപ്പിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം. പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കണമെന്ന് ഈ കൂട്ടായ്മ പ്രമേയം അവതരിപ്പിച്ചു. നിയമനിർമ്മാണം നടത്തുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വിവിധ ക്ഷേത്ര പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചായിരുന്നു ആചാര സംരക്ഷണ കൂട്ടായ്മയുടെ യോഗം. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ, തൃശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി തുടങ്ങിയവ ചർച്ചയായി. ആനപരിപാലന ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിയമത്തിന്റെ ചട്ടങ്ങൾ, ആ ചട്ടങ്ങളിലെ പഴുതുകളാണ് ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാൻ ഇടവരുത്തിയതെങ്കിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ പൂരങ്ങൾ പഴയതുപോലെ തന്നെ നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കണം. യോഗം തൃശൂർ MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉത്സവങ്ങൾ അതെല്ലാം ഒരു പ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാൻ ആര് തീരുമാനിച്ചാലും വിലപ്പോവില്ല എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമനിർമ്മാണം നടത്തണമെന്നും കൂട്ടായ്മ പ്രമേയം അവതരിപ്പിച്ചു. അതേസമയം ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്ന വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ഗവൺമെന്റിന് കോടതിക്ക് മുമ്പിൽ സമരം ചെയ്യാൻ പറ്റില്ല, നിയമത്തിന്റെ വഴിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഗവൺമെന്റ് ആവശ്യമാണെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താനും ആലോചിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉത്സവങ്ങൾ അത് കേരളീയ സാംസ്കാരിക സവിശേഷതകളുടെ ലക്ഷണങ്ങൾ കൂടിയാണ്. അവയെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം കേരളത്തിൽ ഉത്സവങ്ങൾ നടക്കേണ്ടത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വിവിധ പൂര കമ്മിറ്റികൾ. 24 തൃശൂർ. ഷിജിത് കുമാർ നീലേശ്വരത്ത് പറഞ്ഞു, എൻ്റെ മെസ്സേജ് എന്താ വായിക്കട്ടെ, ഞാനൊരു കടുത്ത പ്രേക്ഷകനാണ്. കടുത്ത പ്രേക്ഷക വായിച്ചിരിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമിയെ ചൊല്ലി UDF-ൽ തർക്കം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസ്താവന ലീഗ് നേതാവ് KM ഷാജി തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ലീഗിൻ്റെ നിലപാട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷം. വഖഫ് നിയമ ഭേദഗതി ഉടൻ നടപ്പാക്കുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി. ഈ സർക്കാർ കുത്തിപ്പൊക്കിയ വിഷയമാണിത്. ഒരാവശ്യമില്ലാതെ കുത്തിപ്പൊക്കിയ വിഷയമാണ്. അത് കേരളത്തിൽ ക്രൈസ്തവരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിനുള്ളൊരു കാരണമാക്കി സംഘപരിവാർ ശക്തികൾ മാറ്റുക.
മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന വി ഡി സതീശിന്റെ പ്രസ്താവനയാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി തള്ളിയത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ കഴിയില്ലെന്ന് KM ഷാജി. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? മുനമ്പം വിഷയത്തിൽ ലീഗിന്റെ നിലപാട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടി KM ഷാജിയെ തിരുത്തി. ലീഗിന്റെ അഭിപ്രായം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞ അതിൽ മാറ്റമൊന്നും വരില്ല. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി BJPയും ഇടതുപക്ഷവും രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് കൊണ്ടുനടക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങളാരും പാർട്ടി ആവണ്ട, അത് അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയത്തിൽ UDFനെയും LDFനെയും കുറ്റപ്പെടുത്തി BJP നേതാക്കൾ രംഗത്തെത്തി. വഖഫ് നിയമ ഭേദഗതി മാത്രമാണ് പ്രശ്നപരിഹാരം. മോദി സർക്കാർ അത് ഉടൻ നടപ്പാക്കുമെന്ന് പ്രകാശ് ജാവദേക്കർ. മുനമ്പത്തെ റിലേ നിരാഹാര സമരം 57ാം ദിവസത്തിലേക്ക് കടന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ അടുത്ത മാസം സ്ഥലം സന്ദർശിക്കും. 24 കൊച്ചി. KPCC അധ്യക്ഷനായി K സുധാകരൻ തന്നെ തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ K സുധാകരനെ മാറ്റേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതേസമയം KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് K സുധാകരൻ പറയുന്നു. 24-ൽ ഇത്തരമൊരു വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025-നുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. അതിനാൽ KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. സാമുദായിക സമവാക്യം, നേതൃപാടവം, ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം എന്നിവയെല്ലാം അനുകൂല ഘടകങ്ങളാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും നേതൃമാറ്റം തീരുമാനിക്കേണ്ട സ്ഥലത്ത് തീരുമാനിക്കുമെന്നും K സുധാകരൻ. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്നും K സുധാകരൻ മോശം നേതാവാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നും ശശി തരൂർ MP. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു മാറ്റത്തിന് ഒരു ആവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ലോക്സഭയിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്ന് 19 സീറ്റ് എടുത്തു. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ദോഷമെന്ന് മനസ്സിലായില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേസമയം KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണി ഉടനുണ്ടാകും. എന്നാൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഉൾപ്പെടെ 5 DCC അധ്യക്ഷന്മാരെ മാറ്റില്ല. ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. KPCC DCC പദവികളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. KS ശബരിനാഥനെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ സുപ്രധാന സ്ഥാനങ്ങളിലേക്കെത്തും. DCC ഭാരവാഹി പുനഃസംഘടനയും ഉടനുണ്ടാകും. 24 കോഴിക്കോട്. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക്. നാളത്തെ വാർത്തകൾ, അറിയിപ്പുകൾ, പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യങ്ങൾ. കേരളം നാളെ. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള താലൂക്ക് അദാലത്ത് നാളെ മുതൽ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. karudal.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരാതി കൊടുക്കാം. മുസ്ലിം ലീഗ് സമസ്ത അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് നാളെ മലപ്പുറത്ത് സമവായ ചർച്ചയുണ്ടാകും. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളും വിരുദ്ധ ചേരിയിലെ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. ലീഗ് നേതാക്കളും സംയുക്ത കൂടിക്കാഴ്ചയുടെ ഭാഗമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളെ മുഖ്യമന്ത്രി നാളെ അഭിസംബോധന ചെയ്യും. നാളെ വൈകുന്നേരം 3:30 മണി മുതൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി നാളെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യ മുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതമാക്കാനുമാണ് യോഗം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേരള സന്ദർശനം തുടരുകയാണ്. നാളെ രാവിലെ തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങളടക്കം അവർ സന്ദർശിക്കും. വൈകുന്നേരം നാളെ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കോവളത്തെത്തും. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് നമുക്കൊപ്പം യാത്ര ചെയ്ത എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഓർമ്മിക്കുന്നു. റീന സതീശൻ, കുടുംബവ്യവസ്ഥ പോലെ നമ്മുടെ കമൻറ്റ് ബോക്സ് മാറുന്നു. റീന സതീശൻ്റെ ശുപാർശ പറഞ്ഞു. രഞ്ജിത്ത് TRൻ്റെ സന്ദേശം ഒന്ന് നോക്കൂ, വളരെ അത്യാവശ്യമാണെന്ന്. ഇതാണ് പ്രശ്നം. പുലൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ പേവാർഡിൽ വെള്ളം കിട്ടുന്നില്ല. അവിടെ വെള്ളം കിട്ടട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇനി വാൽകഷണം.
വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ സർക്കാരാണ് ഇപ്പോഴുള്ളത്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. ശരിയാക്കിയിട്ടും വൈദ്യുതി നിരക്ക് മാത്രം ശരിയാകുന്നില്ല. കാണാം എം അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. 2016 എല്ലാതും ശരിയാക്കാമെന്നും ഒന്നിനും വില കൂടൂലെന്നും നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്ന് അധികാരത്തിൽ വന്നു. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ? ഇപ്പോൾ ഏത് സാധനത്തിനാണ് വില കൂട്ടാത്തത് എന്ന് നോക്കി അതിനൂടെ വില കൂട്ടാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് നടക്കുകയാണ്. പക്ഷേ വേറെ വഴിയില്ല. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനമുള്ളൂ. അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ, അതിന് ആദായം നീ തന്നെയല്ലേ വയ്ക്കണേ. ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ആ 70% മേടിക്കുമ്പോൾ ചെലവ് എത്ര വലുതാണ്? അതൊക്കെ പറയുമ്പോൾ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കുമില്ലല്ലോ. പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ 5 റുപ്യ തൊട്ട് 15 റുപ്യ വരെ ചില സമയത്ത് വരും. കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടാതെ ഒരടി മുമ്പോട്ട് പോകാൻ പറ്റൂല എന്നാണ് മന്ത്രി പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലുള്ള വിലക്കയറ്റം എത്രയാണ്? ആ വിലക്കയറ്റവും കൂടി കണക്കാക്കണ്ടേ? ഇത് മേടിക്കണ്ടേ? ഇത് മേടിക്കാൻ ആരും സമ്മതിക്കില്ല. മേടിക്കാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് തടസ്സം പറയല്ലേ. ശരിയാക്കി തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്. ഒരു തലക്കന്ന് ഒരു തല വരെ ശരിയാക്കി കഴിഞ്ഞാലേ ഇവർ നിർത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ നാട് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം 2016 കേരളം എന്തായിരുന്നോ അവിടുന്ന് പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല, അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. അത് ശരിയാണ്. മുന്നോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. എല്ലാ സാധനങ്ങളെയും വില വാനോളം ഉയർത്തി. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇതിന്റെ പിന്നിലെ ഒരു കച്ചവടക്കണ്ണുണ്ട് എന്നാണ് ചെന്നിത്തലയുടെ കണ്ടുപിടുത്തം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇതിന്റെ പിന്നിൽ CPM ആണ്, ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റ് ആണ്. മൂപ്പര് പറഞ്ഞത് സത്യമാണോ സഖാവേ? ചെന്നിത്തലയുടെ കയ്യിൽ തെളിവുണ്ടാവോ? കുറച്ച് കടലാസൊക്കെ പിടിച്ചിട്ട് ഇത് രേഖയാണെന്നുള്ള അതൊരു തരം ശങ്കരാടിയുടെ രേഖയെന്ന് കൂട്ടിയാൽ മതി നമ്മൾ. അപ്പൊ അദാനിയുടെ കാര്യം പറഞ്ഞതോ? ഇവിടെ ഒരു അദാനിയും കേരളത്തിൽ വൈദ്യുതി കൊടുക്കണില്ലല്ലോ. എന്തിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ കുടുങ്ങി. പകൽ കമ്മിയാക്കി കിട്ടുമ്പോൾ അത് നിങ്ങളാരും പറയുന്നില്ല. പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടും. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനാണ് 10 പൈസ അവർക്ക് ഇളവ് കൊടുത്തത്. അതേപോലെ 50 യൂണിറ്റ് വരെ ഫ്രീ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ 200 യൂണിറ്റ് വരെയുള്ള ആളുകൾക്കും ഒഴിവാക്കിയിട്ടില്ല. ഈ ബോർഡിന്റെ നഷ്ടം എന്ന് പറഞ്ഞ് ഇതൊക്കെ പാവപ്പെട്ടവനാണ് സഹിക്കുന്നത്. അതും കാണാതിരിക്കരുത്. ഒരു ദിവസം 15-20 കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി. അധികം തുക ചെലവാക്കേണ്ടി വന്നു. പിന്നെ ആകെയുള്ള ഒരു സമാധാനം എന്താന്ന് വെച്ചാലേ ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ടല്ലോ. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊക്കെ കണ്ടിട്ട് കപ്പിത്താന് എന്തെങ്കിലും ഒരു വഴി ഇതിനൊക്കെ കണ്ടുപിടിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ കപ്പിത്താൻ എങ്ങനെ അങ്ങോട്ട് നോക്കിയാലോ. അപ്പോഴാണ് വെള്ളപ്പൊക്കത്തെ മറികടക്കാനുള്ള ഈ ഒരു ഡച്ച് മാതൃക നമ്മൾ വിലയിരുത്തുന്നത്. മാതൃകകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലോകം മുഴുവനും നടന്ന് നമ്മൾ അതൊക്കെ പഠിക്കുകയും ചെയ്തിരിക്കണം. പക്ഷെ ആ മാതൃകയൊന്നും വില കൂട്ടാതിരിക്കാനുള്ള പഠിപ്പായിട്ടില്ല അത്ര. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് 6 കൊല്ലം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തവരാണ്. ഈ യാത്രയിൽ നമുക്കൊപ്പം സഞ്ചരിക്കുകയും നമ്മളെ അനുകൂലിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പക്ഷേ ഔപചാരികത പറഞ്ഞ് കൂടുതൽ കുളവാക്കുന്നില്ല.